അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കുന്നതിനോടൊപ്പം നമ്മുടെ രാജ്യത്തെ ചരിത്ര പ്രാധാന്യമുള്ള മുസ്ലിം പള്ളികൾ പൊളിക്കുന്ന തിരക്കിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ ഏറ്റവും പുതിയതായി നമ്മുടെ രാജ്യ തലസ്ഥാനമായ ഡൽഹി എന്ന രാജ്യ തലസ്ഥാനത്തേക്കാൾ പഴക്കമുള്ള 200 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട 1912 ഡൽഹിയുടെ ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ഉൾപ്പെടെ ഒരു വലിയ ബന്ധം നിലനിൽക്കുന്ന ഒരു മുസ്ലിം പള്ളി, കൃത്യമായി പറഞ്ഞാൽ ഉദ്യോഗ് ഭവൻ അടുത്ത് സ്ഥിതി ചെയ്യുന്ന സുനേരി ബാഗ് മസ്ജിദാണ് ഇപ്പോൾ പൊളിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ന്യൂഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പൊതുജന അഭിപ്രായം തേടിയിരിക്കുന്നത്. ഇപ്പോൾ ആ പൊളിക്കൽ നടപടിയുടെ ഭാഗമായി നോട്ടീസ് പുറത്തിറക്കിയതിനെതിരെ ജമിയത്തുൽ ഉലമ ഹിന്ദ് പ്രതിഷേധവുമായി രംഗത്ത് വന്നു കഴിഞ്ഞു. അവിടെ വലിയ രീതിയിൽ പക്ഷേ ഒരു പ്രതിപക്ഷ സംഘടനയും പ്രതിഷേധവുമായി എത്തിയിട്ടില്ല. അതായത് ഈ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഒരേ സമയം BJPയുടെയും അതേസമയം ആം ആദ്മി പാർട്ടിയുടെയും ശക്തി കേന്ദ്രമാണ്. അതിൽ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഇതിനെതിരെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ആം ആദ്മി പാർട്ടി BJPയുടെ B ടീമായി അറിയപ്പെടുന്നത് എന്നതിൻ്റെ കൂടി തെളിവാണിത്. നേരത്തെ ഇതേ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് ഒരു 2 ഡൽഹിയിലെ ചരിത്ര പ്രാധാന്യമുള്ള മുസ്ലിം പള്ളികൾ റെയിൽവേ ഭൂമിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ഒഴിയാൻ നോട്ടീസ് നൽകിയിരുന്നു. ഇതിനു മുമ്പ് വലിയ രീതിയിൽ മുസ്ലിം പള്ളികൾ പൊളിക്കപ്പെടുന്ന കാഴ്ച ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിച്ചത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ പള്ളി പൊളിക്കലിൻ്റെ വാർത്ത അൽ ജസീറ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കിയതാണ്. അതിൽ എടുത്തു പറയേണ്ട പൊളിക്കപ്പെട്ട പള്ളികളിൽ ഒന്നെന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഷാഹി മസ്ജിദാണ്. പ്രഗ്യാരാജ് എന്ന പുനർനാമകരണം ചെയ്ത നഗരത്തിലെ 16-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട, അതായത് ബാബറി മസ്ജിദിനോളം പഴക്കം ചെന്ന ഒരു പള്ളിയായിരുന്നു ഷാഹി മസ്ജിദ്. ആ ഷാഹി മസ്ജിദിനെയും പൊളിച്ചു തള്ളിയത് BJPയുടെ യോഗി ആദിത്യനാഥ് സർക്കാരായിരുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് 300 വർഷം പഴക്കമുള്ള മുസാഫിർ നഗറിലെ ഒരു മുസ്ലിം പള്ളിയും റോഡ് വീതി കൂട്ടുന്നു എന്ന കാരണം ചൂണ്ടിക്കാണിച്ച് പൊളിച്ചു തള്ളിയിരുന്നു. അങ്ങനെ ഒന്നിലധികം പള്ളികളാണ് ഈ മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയുടെ പല ഭാഗത്തായി BJP സർക്കാരുകൾ പൊളിച്ചു തള്ളിയിട്ടുള്ളത്. പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് റോഡ് വികസനവും ഹൈവേ വികസനവും ഒക്കെ ആണെങ്കിലും പൊളിക്കപ്പെടുന്നത് എപ്പോഴും മുസ്ലിം പള്ളികൾ മാത്രമാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടൊപ്പം നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഒരു പള്ളി പൊളിച്ചാണ് ഇന്ത്യയിലെ BJP അതിൻ്റെ രാഷ്ട്രീയ വിജയങ്ങളുടെ തുടക്കം തുടങ്ങുന്നത്. അത് ബാബറി മസ്ജിദ് ആയിരുന്നു. 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് എന്ന ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ അടയാളത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ഒരു ശക്തിയായി വളർന്നു വരുന്നത്. വെറും 2 സീറ്റുകൾ മാത്രം ബാബറി മസ്ജിദ് വിഷയം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വരെ ഉണ്ടായിരുന്ന BJP 180-ലധികം സീറ്റുകളിലേക്ക് ഉയർന്നത്, 120 സീറ്റുകളിലേക്ക് ഉയർന്നത് ഈ പറയുന്ന ബാബറി മസ്ജിദ് എന്ന പള്ളി തകർക്കുന്നതിൻ്റെ ഭാഗമായാണ്. എന്തായാലും ഇപ്പോൾ ഡൽഹിയിലെ ഒരു പള്ളി കൂടി തകർക്കപ്പെടാൻ പോകുന്നു എന്നത് വലിയ ഭയാശങ്കകൾ വിതയ്ക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷേ ആദ്യമായല്ല ഇങ്ങനൊരു വാർത്ത വരുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും ഡൽഹിയിലെ മറ്റൊരു മസ്ജിദിന് നേരെ കൂടി പൊളിക്കൽ ഭീഷണിയുമായി കേന്ദ്ര സർക്കാർ എത്തുകയാണ്.